അത് വെച്ചോ. എങ്ങോട്ട് സത്യശീലം ഗൾഫ് പോവുക? അവന് നമ്മുടെ കൊച്ചിയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ പോകണേ. എന്തായാലും നല്ല സമയം സത്യശീലിന് ഭയങ്കര ഭാഗ്യമാണ്. പോകുന്നതിന് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയല്ലോ. നല്ലൊരു സംഭാവന എഴുതിക്കാൻ ഇതെന്തിനാണ്? അല്ല, നമ്മളെ നേതാവ് നയിക്കുന്ന ജനോപകാര യാത്രേ ഈ 16-ാം തീയതി നമ്മളെ നാട്ടിലെത്തുക. അപ്പൊ അതിലേക്ക് കുറച്ച് ചെലവുണ്ട്. അതെ, മൈക്ക്, പബ്ലിസിറ്റി, ഫ്ലെക്സ്, നോട്ടീസ് അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു തുക ചെലവ് വരും. ഏകദേശം എത്ര ചെലവ് വരും? ഏകദേശം ഒരു 4-5 ലക്ഷം റുപ്യ വരും. അല്ല, മുഴുവനൊന്നും സത്യശീലം തരണം കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്നേ. അങ്ങനെ ഞങ്ങൾ എല്ലാ വീടൊന്നും കയറി ഇറങ്ങി പിരിക്കുന്നില്ല. വളരെ മാന്യന്മാരും ഉദാരമതികളുമായ കുറച്ച് ആൾക്കാരുടെ വീടുകാർ പിരിക്കുന്നു. അല്ല, നിങ്ങൾ ഈ മാന്യന്മാരും ഉദാരമതികളെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ സുഗതൻ ചേട്ടൻ പെടുവോ? പിന്നെ സുഗതേട്ടൻ പെടാണ്ട്? അല്ല, നമ്മള് പെരെ പോയി അവിടെ ആരും ഇല്ലല്ലോ. അല്ല, അതും നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെട്ട ആൾക്കാരാണ്. മാന്യന്മാരും ഉദാരമതികളിലും പെട്ട ആളാണ് എന്റെ അച്ഛനെ. നിങ്ങൾ പറഞ്ഞ വിവരം അറിഞ്ഞിട്ട് നേരത്തെ തന്നെ വാതിലടച്ച് പൂട്ടി പോയിട്ടോ. ദീർഘദൃഷ്ടിയുള്ള ആളാണേ. അല്ലാടെ നീ എന്തിനാ ഈ റസീറ്റ് ബുക്ക് കൈ പിടിച്ചിരിക്കുന്നത്? അത് കിട്ടാ ഞാൻ കൊടുത്തോളാം. നമുക്ക് ആര് തന്നാലും മതിയേ. അപ്പൊ ജോലിയിൽ കയറിയിട്ടുള്ളേ, ശമ്പളം ഒന്നും കിട്ടാറായിട്ടില്ലല്ലോ. എന്നാ സമയം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. എന്നാ ഇറങ്ങണം. ശരി അച്ഛാ. ഓ നന്നായി വരും. ശരി, അതൊന്നും വേണ്ട. സത്യശീല, ആദ്യം കിട്ടുന്ന ശമ്പളേ അത് നമ്മളെ പാർട്ടി കണ്ട് സംഭാവന ചെയ്തല്ലേ, ഒരു പുണ്യ. പിന്നെ അത് അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പര് നമ്മളെ പാർട്ടിയിലാളാ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ പാർട്ടിയാണല്ലോ, അല്ലേ അച്ഛാ? സമയം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. സീതള, പൂമ്പാ ദേവിയുടെ ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് പോയാ മക്കളെ സൂക്ഷിച്ചു പോണേട്ടോ. മന്മത, നിനക്ക് എന്തെങ്കിലും പണിയെടുത്ത് തിന്നൂട്ടാ. ഇപ്പോഴും ആൾക്കാരെ പരിചയം നടക്കണ്. അമ്പലത്തിൽ കയറാൻ മറക്കണ്ടേട്ടോ. ഓനാ പയ്യ സ്വഭാവം എപ്പോഴും വിട്ടില്ല. ചായ കുടിച്ചായിരുന്നു രണ്ടാളും? ചായ ഒന്നും വേണ്ട, സാമാൻ എടുത്തേ. നമുക്ക് പല സ്ഥലത്തും കയറി ഇറങ്ങാനുള്ളതാണേ. അല്ല, നിങ്ങൾ എഴുതിക്കോള്. എഴുതിക്കോ, മൂപ്പര് പറയൂ. നമുക്കറിയാലോ, ഓരോരുത്തർ വരും, അവർക്ക് സംഭാവനയൊക്കെ കൊടുക്കണമെന്ന്. അതൊന്നും കുഴപ്പമില്ല. ഇതെന്താ 7 റുപ്യ? നമ്മളെന്താ പിച്ചൊക്കെ വന്ന അവിടെ? ഞങ്ങൾക്ക് കൊടിക്കും ബാനറിനൊന്നും കാശ് തരാനില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ നേതാവ് നമ്മുടെ നാട്ടിലെത്തുമ്പോ നമ്മുടെ ശങ്കരേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായ മേടിച്ചു കൊടുക്കും. 7 റുപ്യുള്ള ഒരു ചായ. സുഖേട്ടാ, നിങ്ങളെ ഞങ്ങളെ കളിയാക്കുക. നിങ്ങളെന്താ ഇളക്കുക? നമ്മളെ പോലത്തെ 2 പാർട്ടി നേതാക്കൾ നിങ്ങളെ പെരേന്റെ മുറ്റത്ത് കാല് കുത്തിയത് നിങ്ങൾ അന്തസ് വർദ്ധിപ്പിക്കും, അത് മറക്കണ്ട. എടാ, ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ഒരു കുറവുമില്ല. കട അടപ്പിക്കാനും തല്ലുകൂടാനും തെറി വിളിക്കാനൊന്നും ഞങ്ങൾ പോയിട്ടുമില്ല. നിങ്ങളായിട്ട് ഞങ്ങളുടെ അന്തസ്സിന് കുഴപ്പമുണ്ടാക്കാൻ ഞാൻ മതി. സുഖേട്ടന്റെ ആ സംസാരം ശരിയല്ല. ഈ നാട് നന്നാവണമെങ്കിൽ ഹർത്താലും പണപ്പിരിവും ഒക്കെ നടത്തണം. അതിന് ഞങ്ങളെ പോലുള്ള നേതാക്കന്മാർ മുന്നിട്ട് ഇറങ്ങാൻ വേണം. അല്ലാണ്ട് ഇവിടെ ചടഞ്ഞു കുത്തിരുന്നിട്ടേ നമ്മളെപ്പോലുള്ള നേതാക്കന്മാർ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശത്തിന്റെ ഉച്ചിഷ്ടം തിന്നലല്ല അന്തസ്. എന്റെ സുഖേട്ടാ, നിങ്ങളെപ്പോലുള്ള അരാഷ്ട്രീയവാദികൾ ഈ രാജ്യത്തിന് ആപത്താണ്. അത് നേരാ. നിങ്ങളൊരു പണി, നിങ്ങൾ വേറെ തർക്കിക്കാനൊന്നും നിൽക്കണ്ട. ഒരു 1000 റുപ്യ അതിൻ്റെ അകത്തോണ്ട് എഴുതിക്കളി. എന്താ മൊയ്തു നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ 7 റുപ്യ കുറഞ്ഞ ഒരു പൈസ എനിക്ക് തരാൻ പറ്റില്ല. അതെ സുഖേട്ടാ, ഈ നമ്മുടെ എതിർ പാർട്ടിക്കാര് ഒരു ജനക്ഷേമ യാത്ര നടത്തുന്നുണ്ട്. ഇനി അത് വേറെ ഉണ്ടോ? അതുണ്ട്. അപ്പൊ ആ പരിപാടിയെക്കാളും ഗംഭീരമാക്കണം ഞങ്ങളുടെ പരിപാടി. അതുകൊണ്ട് സുഗതൻ ചേട്ടൻ ഒരു 500 രൂപ 500 രൂപ ഉറപ്പിക്കാം. മൊയ്തോ, നീ ഇവിടെ ആരോട് വേണമെങ്കിൽ ചോദിച്ചോ. സുഗതൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. 7 റുപ്യയിൽ 1 റുപ്യ ഞാൻ കൂടുതൽ തരില്ല. അത് ഉറപ്പാണ്. ഉറപ്പാണ്. മന്മത പോര്, നമുക്ക് കാണാൻ കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോ അതായിട്ട് വെക്കണ്ടല്ലോ. അതിന്റെ റെസീറ്റ് എനിക്ക് വേണം, അല്ലെങ്കിൽ കള്ളക്കണക്കുണ്ടാക്കി മുക്കും. അത് പള്ളിയിൽ നിന്ന് മേടിച്ചോളി. ചേട്ടാ